പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. മാജിക് വിന്നിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശാന്തി മന്ത്രങ്ങളെ കുറിച്ചാണ്. 2 ശാന്തി മന്ത്രങ്ങൾ അർത്ഥസഹിതം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നാമജപത്തിന് അല്ലെങ്കിൽ മന്ത്രജപത്തിനൊക്കെ മുന്നേ ആയിട്ട് ഗുരുവന്ദനം ചെയ്യണമെന്ന് മനസ്സിലാക്കിയല്ലേ? അങ്ങനെ ഗുരുവന്ദനം ചെയ്തു നാമജപവും മന്ത്രജപവും ഒക്കെ ചെയ്ത ശേഷം നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലാനും മറക്കരുത്. സാധാരണയായിട്ട് നാം ഹിന്ദു ഭക്തരായുള്ളവർ പങ്കെടുക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലോ പ്രഭാഷണങ്ങളിലോ ഈ ശാന്തി മന്ത്രങ്ങൾ ഉപയോഗിച്ചു പോരുന്നുണ്ട്. ചിലപ്പോൾ ഒരു ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടും ശാന്തി മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. ശാന്തി മന്ത്രം ചൊല്ലുന്നതിലൂടെ ആ മന്ത്രം ചൊല്ലുന്ന ആളെയും അത് കേൾക്കുന്ന ആളുകളെയും പരിസ്ഥിതിയെയും ഈ ശാന്തി മന്ത്രങ്ങൾ ശാന്തമായിരിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാന്തി മന്ത്രങ്ങൾ ഹിന്ദു വേദോപനിഷത്തുകളിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ശാന്തി മന്ത്രം ഒന്ന് പഠിച്ചാലോ? ഇത് ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ശാന്തി മന്ത്രമാണ്. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സർവേഷാം സ്വസ്തിർഭവതു. ഇതിലെ ഓം എന്ന് പറയുന്നത് ആ പരബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ പരബ്രഹ്മത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ബാക്കി വരികളിൽ ഉള്ളത്. ഓം എന്നാൽ ആ പരബ്രഹ്മമാണ്. സർവേഷാം സ്വസ്തിർഭവതു, എല്ലാവരിലും ക്ഷേമമുണ്ടാകട്ടെ. രണ്ടാമത്തേത് സർവേഷാം ശാന്തിർഭവതു, എല്ലാവരിലും സമാധാനമുണ്ടാകട്ടെ. മൂന്നാമത്തേത് സർവേഷാം പൂർണ്ണം ഭവതു, എല്ലാവരിലും പൂർത്തീകരണം ഉണ്ടാകട്ടെ. ഈ പൂർത്തീകരണം എന്ന വാക്കിന് നമ്മൾ വളരെ വിശാലമായൊരു അർത്ഥം മനസ്സിലാക്കണം. പൂർത്തീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യത്തിൻ്റെ പൂർണ്ണത, സമ്പത്തിൻ്റെ പൂർണ്ണത, നല്ല ബന്ധങ്ങളുടെ പൂർണ്ണത, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളുടെയും പൂർണ്ണതയാണ് ആ പൂർത്തീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർത്തീകരണം എന്ന വാക്കുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും ബാധിക്കാതെ ഇരിക്കട്ടെ എന്നുകൂടിയാണ്. അടുത്തത് സർവേഷാം മംഗളം ഭവതു, എല്ലാവരിലും ഐശ്വര്യമുണ്ടാകട്ടെ. അടുത്തത് ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെ നമ്മൾ പറയുന്ന ആ 3 ശാന്തി, അത് നമ്മുടെ 3 മേഖലകളിൽ നിന്നുള്ള തടസ്സങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം പറയുന്ന ശാന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വരുന്ന തടസ്സങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യർ കാരണമുള്ള, വന്യമൃഗങ്ങൾ മൂലമുള്ളത്, പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെയുള്ള തടസ്സങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ശാന്തി എന്ന പദം ഉപയോഗിക്കുന്നത്. രണ്ടാമത് നമ്മൾ ഉച്ചരിക്കുന്ന ശാന്തിയിലൂടെ നമുക്ക് ദേവതമാരിൽ നിന്നും ദേവന്മാരിൽ നിന്നും ആത്മാക്കൾ, പ്രേതങ്ങൾ എന്നിവരുടെ അദൃശ്യമായ ലോകത്തു നിന്ന് വരുന്ന തടസ്സങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ശാന്തി എന്ന പദം ഉച്ചരിക്കുന്നത് ആ മന്ത്രം ചൊല്ലുന്ന ആളുടെ ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളെയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഈ മന്ത്രം എല്ലാവരുടെയും ക്ഷേമത്തെയും സുഖത്തെയും ആഗ്രഹിച്ച് ചൊല്ലുന്ന ശാന്തി മന്ത്രമാണ്. ലോകം മുഴുവൻ ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹം വളരെ നന്നായി ഉണ്ടാകട്ടെ എന്ന് ആ പരബ്രഹ്മത്തോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇത്. ഈ മന്ത്രം ഗ്രഹശാന്തി, ധ്യാനം പോലെയുള്ളവയ്ക്കും അതുപോലെ തന്നെ വീട്ടിൽ നടത്തുന്ന ഭജനകൾക്കും നാമജപത്തിനും ഒക്കെ ശേഷവും ഭക്തജനങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഏതൊരു ചടങ്ങുകളുടെ ഒടുവിലും അതുപോലെ തന്നെ നമ്മുടെ നിത്യപ്രാർത്ഥനകൾക്കും ജപങ്ങൾക്ക് ശേഷവും ഈ ശാന്തി മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ശാന്തി മന്ത്രം നമുക്ക് മനസ്സിലാക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ശാന്തി മന്ത്രവും ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓം സർവേ ഭവന്തു സുഖിനഃ. ഓം എന്ന് പറഞ്ഞാൽ ആ പരബ്രഹ്മത്തെ തന്നെയാണ്. സർവേ ഭവന്തു സുഖിനഃ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കാൻ ആശീർവദിക്കണം. അടുത്തത് സർവേ സന്തു നിരാമയ, എല്ലാവരെയും രോഗങ്ങളിൽ നിന്ന് മുക്തരാക്കണേ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആരോഗ്യം നൽകണേ. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവർക്കും
മറ്റുള്ളവരുടെ നന്മ കാണാൻ സാധിക്കട്ടെ. വ്യക്തികളെ കുറവും കുറ്റങ്ങളും കണ്ടുപിടിച്ച് വിമർശിക്കുന്നതിന് പകരം സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്. ആരും ഒരിക്കലും ദുഃഖമോ ദുരിതമോ അനുഭവിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തത് ഓം ശാന്തി ശാന്തി ശാന്തി. ആ 3 മേഖലകളിലുള്ള തടസ്സങ്ങളും ഒഴിവാകട്ടെ. ഈ ശാന്തി മന്ത്രം ജപിക്കുന്നവരിൽ അനുകമ്പയും സ്നേഹം നിറഞ്ഞ ദയയും ഉണ്ടാകും. ഈ മന്ത്രം മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമവും സുഖവും ഉണ്ടാകട്ടെ എന്ന് നിസ്വാർത്ഥ ചിന്തയെ കാണിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ ജപിക്കുന്ന ഒരു ശാന്തി മന്ത്രമാണിത്. ഈ മന്ത്രം ജപിക്കുന്നവരിൽ അനുകമ്പയും സ്നേഹം നിറഞ്ഞ ദയയും ഉണ്ടാകും. ഈ മന്ത്രം മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമവും സുഖവും ഉണ്ടാകട്ടെ എന്ന് നിസ്വാർത്ഥ ചിന്തയെ കൂടിയാണ് കാണിക്കുന്നത്. ഈ ഒരു ശാന്തി മന്ത്രവും നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലേണ്ടുന്നിടത്തൊക്കെ ചൊല്ലാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.